നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. അടുത്ത 2 ശ്ലോകങ്ങൾ സ്രഗ്ധര വൃത്തത്തിലാണ്. അവസാനം ബാണാസുരൻ ആ യുദ്ധത്തിൽ പരാജിതനാകുന്നു എന്ന് പറയാണ്. ചാപാനാം പഞ്ചശത്യ പ്രസഭം ഉപഗതേ ഛിന്ന ചാപേ അധ ബാണേ വ്യർത്ഥേ യാതേ സമേതഃ ജ്വരപതിഃ അശനൈഃ അജ്വരി ജ്വരപതിരശനൈരജ്വരി ത്വജ്വരേണ ജ്ഞാനി സ്തുത്വാധ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സഹ ജ്വരഃ ജ്വരോഗാത് പ്രായഃ അന്തർജ്ഞാനവന്തഃ അപി അന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. അഥ അനന്തരം ബാണാസുരൻ പഞ്ചശത്യ 5 ശതം 100 500 ചാപാനാം ചാപങ്ങളാൽ പ്രസഭം വളരെ ഊക്കോടുകൂടിയിട്ട് ഉപഗതേ വന്നിട്ട് ഭഗവാനെ എതിർത്തു. പക്ഷേ എല്ലാ ചാപങ്ങളും ഛിന്ന ചാപേ ഭഗവാൻ അയച്ച അമ്പുകൊണ്ട് എല്ലാ ചാപങ്ങളും മുറിഞ്ഞപ്പോൾ വ്യർത്ഥേ യാതേ വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. ഇവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബാണാസുരൻ വധിക്കപ്പെടും എന്ന് തോന്നിയപ്പോൾ ബാണാസുരന്റെ അമ്മ പൂർണ്ണ നഗ്നയായിട്ട് അവിടെ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നു എന്നും അങ്ങനെ അന്യ സ്ത്രീയെ അങ്ങനെ നോക്കാൻ പാടില്ലാത്തത് കൊണ്ട് ഭഗവാൻ ഒന്ന് മുഖം തിരിച്ചപ്പോൾ ആ തക്കം നോക്കി ബാണാസുരൻ രക്ഷപ്പെട്ടു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ വ്യർത്ഥേയാതെ എന്നേ പറയുന്നുള്ളൂ, വെറും കൈയോടെ മടങ്ങിപ്പോയി. എന്നാൽ സമേതഃ വീണ്ടും വന്നു ചേർന്നു. എങ്ങനെ വന്നു ചേർന്നു? ജ്വരപതിഹി, അതായത് ശിവന്റെ ഒരു ജ്വരം എന്നാൽ ഒരു സത്വം, 3 ശിരസും 3 കാലുകളുമുള്ള ഒരു സത്വമാണ് ജ്വരം. ആ ജ്വരം ബാധിച്ചാൽ ഒരു വ്യാധി ബാധിച്ചതുപോലെയാണ്. അതുകൊണ്ടാണ് അതിനെ ജ്വരം എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സത്വത്തിനെ, ശിവജ്വരത്തിനെ ഉണ്ടാക്കിയിട്ട് ഈ ഭഗവാന്റെ നേർക്ക് അയച്ചു. എന്നാൽ ഭഗവാൻ അതിന് മറുമരുന്നെന്ന പോലെ ഭഗവാൻ ഒരു വിഷ്ണു ജ്വരത്തെ സൃഷ്ടിച്ചു. അതും ഇതുപോലെ തന്നെ ഒരു ജ്വരം, വ്യാധിയുടെ രൂപത്തിലുള്ള ജ്വരം സൃഷ്ടിച്ചിട്ട് ആ ത്വത് ജ്വരേണ അങ്ങ് ഉണ്ടാക്കിയ ആ ജ്വരത്താൽ അശനൈഹി വളരെ പെട്ടെന്ന് തന്നെ അജ്വരി ആ ശിവജ്വരം വല്ലാതെ തപിപ്പിക്കപ്പെട്ടു. അങ്ങനെ തോറ്റു എന്ന് മനസ്സിലായ ആ ശിവജ്വരം അഥ പിന്നീട് ജ്ഞാനിയായി തീർന്നു. അതായത് തന്റെ വിഷ്ണുജ്വരത്തിനോട് പിടിച്ചു നിൽക്കാൻ തനക്ക് സാധിക്കില്ല എന്ന് വന്നപ്പോൾ ആ വിഷ്ണുജ്വരത്തെ തന്നെ, ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിട്ട് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബോധോദയം വന്ന സഹജ്വരഃ ആ ശിവജ്വരം സ്തുത്വാ ഭഗവാനെ സ്തുതിച്ചിട്ട്
മാത്രമല്ല ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. തവ ചരിത ജുഷാം, ഭഗവാനെ അങ്ങയുടെ ചരിതത്തെ പരിചയിക്കുന്നവർക്ക്, അതായത് ഭഗവത് കഥ കേൾക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് ഈ ജ്വരം, അതായത് ഒരു തരത്തിലുള്ള ജ്വരവും വ്യാധിയും ഉണ്ടാവില്ല. അതാണ് വിജ്വരം. അവർ ഒരിക്കലും ജ്വരമില്ലാത്തവരായിട്ട് ദത്വ, അങ്ങനെ ആയിത്തീരട്ടെ എന്ന വരം കൊടുത്തിട്ട് അഗാത്ത്, ആ ശിവജ്വരം അപ്രത്യക്ഷമായി. അപ്പോൾ ഈ രുദ്രന്മാരുടെ പൊതുവെയുള്ളൊരു സ്വഭാവം പറയുകയാണ്, അവർ അന്തർജ്ഞാനവന്തഹ അഭി, അവർ യഥാർത്ഥത്തിൽ ഉള്ളിൽ എല്ലാ ജ്ഞാനവും ഉള്ളവരാണ്. അഭിച, എന്നാൽ രൗദ്രാഹ, ഈ രുദ്രന്മാർ ബഹുതമസ, തമോ ഗുണം അത്യധികം ഉള്ളതിനാൽ പ്രായഃ മിക്കവാറും രൗദ്രചേഷ്ടാഹ, അവരുടെ ആ ഒരു ചേഷ്ടകൾ, പ്രവൃത്തികളൊക്കെ വളരെ രൗദ്രമാണ്, ക്രൂരമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നത് അവർക്കൊരു ഹരമാണല്ലോ എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ബാണാസുരൻ 500 ചാപങ്ങളുമായിട്ട് വന്ന് എതിർത്തു. പക്ഷെ ഭഗവാൻ അതിനൊക്കെ തിരിച്ചടിച്ചപ്പോൾ വെറും കൈയോടെ ബാണാസുരൻ അവിടെ നിന്ന് ഓടിപ്പോയി. പക്ഷേ എന്നിട്ടും നിർത്തിയില്ല. ശിവന്റെ അനുഗ്രഹത്താൽ ഒരു ശിവജ്വരത്തെ സൃഷ്ടിച്ച് ഭഗവാന്റെ നേർക്ക് ആ സത്വത്തെ വിട്ടു. അപ്പോൾ ഭഗവാൻ അതിന് മറുമരുന്നെന്ന പോലെ ഒരു വിഷ്ണുജ്വരത്തെ സൃഷ്ടിച്ചിട്ട് ആ ശിവജ്വരത്തെ തപിപ്പിച്ചു, അതിനെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ വിഷമത്തിലാക്കി. അങ്ങനെ തനിക്ക് രക്ഷയില്ല എന്ന് കണ്ട ശിവജ്വരം പിന്നീട് ഈ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹവും കൊടുത്തു. പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ കഥ, അതുപോലെ തന്നെ ഈ ബാണയുദ്ധത്തിൽ നടന്ന ഈ ശിവജ്വരത്തിന്റെയും വിഷ്ണുജ്വരത്തിന്റെയും ഈ കഥ പ്രത്യേകം അത് എടുത്ത് വായിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ജ്വരവും ബാധിക്കില്ല എന്നൊരു അനുഗ്രഹവും കൊടുത്തു. അപ്പൊ ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, സ്വതവേ ജ്ഞാനികളാണെങ്കിലും ഈ രുദ്രന്മാരൊക്കെ തങ്ങളുടെ തമോ ഗുണത്താൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെയധികം ക്രൂരമായി പോകുന്നു. കാരണം നമ്മൾ സൃഷ്ടികർമ്മം നടത്തിയ ആ ഒരു സമയത്ത് കണ്ടിരുന്നു, ബ്രഹ്മാവിന് കോപമുണ്ടായ സമയത്ത് ബ്രഹ്മാവിന്റെ ആ ഒരു ഭ്രൂമധ്യത്തിൽ നിന്ന്, ആ കോപത്തിൽ നിന്നുണ്ടായവരാണ് ഈ രുദ്രന്മാർ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും ക്രൂരൻ സ്വഭാവമുള്ളവരായി മാറിയത് എന്നാണ് പറയുന്നത്. എന്നാൽ അവർ ജ്ഞാനികളും ആണ്. ശ്ലോകം 7. ചാപാനാം പഞ്ചശത്യ പ്രസഭമുപഗതേ ഛിന്ന ചാപേധബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനേ അജ്വരിത്വജ്വരേണ ജ്ഞാനീസ്തുത്വാധ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തജ്ഞാനവന്തോപി ജബഹുതമസാം രൗദ്രചേഷ്ടാ ഹി രൗദ്രാം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും ഉപാസകർക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടതിരിപ്പാടിനും വ്യാസഭഗവാനും നമസ്കാരം. ഗുരുജനങ്ങൾക്കും പൂർവികർക്കും നമസ്കാരം. എല്ലാ ഈശ്വരശക്തികളുടെ മുമ്പിലും പ്രണാമം. ദശകം 82, ശ്ലോകം 7 ഹരിഹരന്മാരുടെ യുദ്ധത്തിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണുന്നവിടെ. ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ മഹിമ എടുത്തു കാണിക്കാനാണ് ഈ ലീലകളിൽ കൂടിയിട്ട് വ്യാസനും അതുപോലെ അദ്ദേഹത്തിന് അവതാരമായിരിക്കുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും ശ്രമിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. മഹാദേവൻ മോഹിച്ചു വീഴുകയും ചെയ്തു. ശിവഭൂതങ്ങൾ ഭയന്ന് ഓടുകയും ചെയ്ത സമയത്ത് ബാണാസുരൻ 500 കൈകളിലെ വില്ലും 500 കൈകളിലെ ശരങ്ങളുമായിട്ട് ഭഗവാനോട് എതിർക്കാൻ വരികയാണ്. ഇവിടെ വേഗത്തിൽ പ്രസഭം ഉപഗതി, ആ യുദ്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് ബാണാസുരൻ്റെ വില്ലുകളും ഒക്കെ വളരെ സാമർഥ്യത്തോടു കൂടിയിട്ട്
ശക്തമായി തന്നെ എല്ലാത്തിനെയും ഛേദിച്ച് നിരായുധനാക്കി തീർത്തു ബാണാസുരനെ. ഇവിടെ മറ്റൊരു കഥ പറയുന്നുണ്ട്. ഭഗവാന്റെ കോപത്തിൽ നിന്ന് ബാണാസുരനെ രക്ഷിക്കാൻ എന്ന പോലെ ബാണൻ്റെ മാതാവായിരിക്കുന്ന കോടരി നഗ്നയായിട്ട് ഭഗവാന്റെ മുന്നിലെത്തിയെന്നും ഭഗവാൻ മുഖം തിരിച്ച സമയത്ത് ബാണൻ യുദ്ധക്കളത്തിൽ നിന്നും പിന്മാറിയെന്നും പുരാണത്തിൽ പറയുന്നുണ്ട്. ബാണാസുരൻ പിൻവാങ്ങിയ ശേഷം ജ്വരങ്ങളുടെ നാഥനായിരിക്കുന്നതായ ശിവജ്വരം യാദവ സൈന്യത്തിനെയും ആക്രമിക്കുന്നു. യുദ്ധജ്വരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ ശിവജ്വരം യാദവരെ ആക്രമിച്ചപ്പോൾ അവിടെ വിഷ്ണുജ്വരമുണ്ട്. ഒന്നിനെ നമുക്ക് തമോ ഗുണമായിട്ട് കാണാം, മറ്റൊന്നിനെ സത്വഗുണമായിട്ടും കാണാൻ വേണമെങ്കിൽ. ഏതായാലും വിഷ്ണുജ്വരം ശിവജ്വരത്തിനെ എതിർത്തപ്പോൾ ജ്വരം ബാധിച്ച പോലെയായി പരാജയപ്പെടുകയാണ് അവിടെ വച്ചിട്ട്. ഈ സമയത്ത് ഇത് രസകരമായ ചില സന്ദർഭങ്ങളാണ്. എവിടെ ഏതൊക്കെ ഗുണങ്ങൾ ജയിക്കണം, എങ്ങനെ ജയിക്കും എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഭഗവാന്റെ അസുരന് കാവൽ നിൽക്കുന്ന പരമേശ്വരനും അസുരനെ ഉദ്ധരിക്കുന്ന ശ്രീകൃഷ്ണനുമാണ് ഇവിടെ കാണുന്നത്. അവെപ്പോഴും ധർമ്മം പ്രത്യക്ഷമായിട്ട് ഭഗവാന്റെ കൂടെയുള്ളതായിട്ട് വേണം കാണാനായിട്ട്. നിർബന്ധിതനായിത്തീരുന്നു പരമേശ്വരൻ കാവൽക്കാരനാവാനായിട്ട്. അവിടെ ഉദ്ധാരണം ആവശ്യമായതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടണം അവിടെ ചില നിമിത്തങ്ങളെ കൊണ്ട്. ശിവജ്വരം സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ, ഭഗവാന്റെ മഹത്വം. എന്നിട്ട് പറയുകയാണ്, ഈ യുദ്ധരംഗം ഞാനും യാദവ സൈന്യവും അവിടുന്നുമായി ഉണ്ടായ ആ യുദ്ധരംഗം ആരാണ് സ്മരിക്കുന്നത് അവർക്ക് ജ്വരം ബാധിക്കില്ല. വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് അത്രേ, മമത്വയാ സമം യുദ്ധം യേ സ്മരിഷ്യന്തി മാനവ തേ വിജ്വരാ ഭവിഷ്യന്തി ഇതി ഉക്ത്വാ ചൈനം യയോ ജ്വര എന്ന് പറഞ്ഞിട്ട് ശിവജ്വരം പിൻവാങ്ങാൻ ഇവിടുന്ന്. അതിനുശേഷം അപ്പോൾ യുദ്ധത്തിൻ്റെ മറ്റൊരു ഗതി പറയുകയാണ് ഇവിടെ. എപ്പോഴും നമ്മുടെ പ്രവൃത്തിയിൽ ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ഏതവസരത്തിലും നമ്മൾ പരാജയപ്പെടില്ല. തുടക്കത്തിലൊക്കെ ഒരു പരാജയത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും എങ്കിലും ആത്യന്തികമായി വിജയമുണ്ടാവും. ഇവിടെ പറയുന്നത് ശൈവശക്തികൾ അല്ലെങ്കിൽ ശിവൻ്റേതായിട്ടുള്ളതായ ഭൂതങ്ങളും മറ്റുള്ളവരൊക്കെ തന്നെയും തമോ ഗുണത്തിൻ്റെ ആധിക്യം ഉള്ളവരായിട്ടാണ് പറയുന്നത്. അവർക്ക് അറിവൊക്കെ ഉണ്ട്, അകത്തൊക്കെ നല്ല അറിവുണ്ട്. പക്ഷേ അവരൊക്കെ ക്രോധ മോഹ അഹങ്കാരാദി വശരായിട്ടാണ് ചില രൗദ്രപ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഉള്ളിലൊക്കെ അറിവുണ്ട്, തെറ്റും ശരി അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മളുടെ അഹങ്കാരം കൊണ്ട്, ദുരഭിമാനം കൊണ്ട് ചിലപ്പോഴൊക്കെ ചെയ്തുകൂടാത്തതും കൂടി ചെയ്യാനുള്ളതായ പ്രേരണ ഉണ്ടായി എന്ന് വരാം. അതിനെ അതിജീവിക്കാൻ നമ്മൾ സത്വഗുണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളെ ധർമ്മബോധത്തിനെ ഉണർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കങ്ങനെ മാറാൻ പറ്റുള്ളൂ, നല്ല നന്മയിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ തമോഗുണപ്രധാനിയാണ് ശിവൻ എന്നാണ് പറയുക. അപ്പം അതിൻ്റെ ഒരു അംശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളിലും ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഏവരായിട്ടാണോ നമ്മൾ ബന്ധപ്പെടുന്നത് അവരിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കും എന്നുള്ളതും അറിയണം. അതുകൊണ്ടാണ് സത്സംഗം വേണം, സത്തുക്കളായിട്ട് ബന്ധം വേണം, ദുസ്സംഗം ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഇവിടെ രുദ്രഗണങ്ങളുടെ ആ ഒരു പോരായ്മ, ഉള്ളിലെല്ലാം അറിവുണ്ടെങ്കിൽ കൂടിയിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ
അത് കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അവിടേക്കല്ല നോക്കേണ്ടത്, നമ്മളിലേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിലുണ്ട് ജ്ഞാനവും തിരിച്ചറിവൊക്കെ, പക്ഷേ സമയാസമയത്ത് അത് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് നമ്മുടെ അറിവ് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ നന്മയിലേക്ക് നയിക്കാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഹരിശരണം.